എല്ലാവരോടുമായിട്ടൊരു ക്വസ്റ്റ്യൻ. സിനിമ ഭയങ്കര ഫണ്ണാണ്, കോമഡി ആണെന്നൊക്കെ പറഞ്ഞു, അതുകൊണ്ടാണോ എല്ലാവരും ഇത്ര സീരിയസ് ആയിട്ടിരിക്കുന്നത്? അതല്ല, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് നല്ല ഉറക്കം വരുന്നുണ്ട് എല്ലാവർക്കും. സീരിയസ്നെസ് അല്ല, എല്ലാം നല്ല ഉറക്കം തൂങ്ങുക. അതുകൊണ്ടാണ് ആർക്കും ഒരു സീരിയസ്നെസ് ഇല്ല. എല്ലാവരും വളരെ ഫണ്ണായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഞങ്ങൾ തിരിച്ചാണ് അങ്ങോട്ട് ചോദിക്കണമെന്നിരിക്കുന്നത്, നിങ്ങളെന്താ എല്ലാവരും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്ന? എന്താ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞാൽ നിപിൻ, അദ്ദേഹം മാത്രം ചോദിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിച്ചതുപോലെ അതാ ഞങ്ങൾക്ക് തോന്നിയത് തിരിച്ചാണ്. ബേസിലായിട്ടാണെങ്കിൽ മാത്രം ആദ്യം ഇച്ചിരി കോമഡി പറയാൻ നോക്കി, അതാണ് വർക്കായത്. ഇതേ നമ്മളീ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഓപ്പോസിറ്റ് ആൾ നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോൾ ഇപ്പുറത്തെ ആൾ നന്നായിട്ട് ചെയ്യും. അപ്പൊ നിങ്ങളൊന്ന് ലൈവ് ആകുമ്പോൾ ഞങ്ങൾ ലൈവ് ആവും. ഇപ്പൊ താഴെ നിന്ന് ഭക്ഷണം കഴിച്ചു വന്നെങ്കിൽ പറഞ്ഞല്ലേ കൊണ്ട മധുരമൊക്കെ അടിച്ച് കയറ്റി വരും. അതിന്റെ ഞാൻ തമാശ പറഞ്ഞിട്ട് നിങ്ങൾ റിയാക്ട് ചെയ്ത പോലും ഇല്ല, പിന്നെ എന്റെ മൂടങ്ങ് പോയി. അന്നേരം ദിദിക്ക് ആദ്യം ഇൻട്രൊഡക്ഷൻ പറഞ്ഞിരുന്നു, ഇനി എല്ലാ ആൾക്കാരും സ്വയം ഒന്ന് പറഞ്ഞിട്ട് പിന്നെ എല്ലാവർക്കും ചോദ്യങ്ങൾ ചോദിക്കാമെന്ന്. ബേസിലേട്ടൻ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോ ഇവിടെ എല്ലാരും ഒന്ന് പറഞ്ഞു തുടങ്ങി, ഇതെന്ത് ഇനി സിനിമയുടെ കഥ മുഴുവൻ പറയുമെന്ന്. ആ തരത്തിൽ പുള്ളി വേറെ രീതിയിൽ സംസാരിച്ചു. ഇനി ആരും മറുപടി പറയാം. സിനിമയുടെ പേരെന്നാ? നുണക്കുഴി. പറഞ്ഞതെല്ലാം സത്യമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതൊന്നും വിശ്വസിച്ച് നിങ്ങൾ തിയേറ്ററിലേക്ക് കാണാൻ പോകണ്ട. ഞാൻ മാത്രം ചോദിച്ചാൽ എല്ലാവരും സ്വയം ഒന്ന് പറയാന്ന് വിചാരിച്ചല്ലോ, അങ്ങനെയൊക്കെ വിചാരിച്ചാണ് ഇരുന്നത്. പക്ഷെ ഫുൾ ബേസിൽ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതാണ് അസീസ് പറഞ്ഞത്, ഇനി ക്ലൈമാക്സ് കൂടെ പറയാനുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തർ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അസീസിൽ നിന്ന് തുടങ്ങാം, എന്നിട്ട് ഇങ്ങനെ പോവാം. അസീസ്, ക്ലൈമാക്സ് ഞാൻ 15-ാം തീയതി പറയാം. ഞാൻ എക്സൈറ്റ്മെന്റ് ആണ്. കാരണം എന്ന് പറഞ്ഞാൽ മിമിക്രി എന്നൊക്കെ മിമിക്രി എന്ന് വരുമ്പോൾ തന്നെ സിനിമ അഭിനയിക്കുക എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷെ അതിലുപരി ജിത്തുസാറിനെ പോലത്തെ ഡയറക്ടറിന്റെ സിനിമയിലൊക്കെ ഒരു ക്യാരക്ടർ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അതും ഭയങ്കര ഒരു ഭാഗ്യം തന്നെയാണ്. അതും നല്ലൊരു ക്യാരക്ടർ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. സിനിമയെക്കുറിച്ചൊന്നും ഒരുപാടൊന്നും പറയാനില്ല, ഒരു ഫണ്ണ് എലമെന്റ് തന്നെയാണ്. കാരണം ഞാനൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിച്ചാണ് ഞാൻ ലൊക്കേഷനിലൊക്കെ പോയത്. ജിത്തുസാറിനൊക്കെ പേടിച്ചാണ് പോയത്. പക്ഷെ സാറെന്ന് പറഞ്ഞാൽ ഭയങ്കര കൂളായിരുന്നു. നമ്മളടുത്തൊക്കെ സത്യം പറഞ്ഞാൽ സാറ് ഉഗ്ര ആക്ടറും കൂടെയാണ്. നമുക്ക് എങ്ങനെയാണ് അഭിനയിക്കേണ്ടതെന്ന് എനിക്ക് പറഞ്ഞുകൂടാ തരും സാർ. അപ്പൊ എന്തായാലും വേണ്ടേ? അതെ, സാറ് പറഞ്ഞു തരും. പിന്നെ രണ്ടാമത് നമ്മളെന്തെങ്കിലും ഹ്യൂമർ നമുക്ക് തന്നെ പേടിയാണ്. ഇപ്പം സാറ് ഫുള്ള് സ്ക്രിപ്റ്റിൽ പോകുന്ന ഒരു സംഭവത്തിന്റെ ഇടയിൽ എന്തെങ്കിലും ഹ്യൂമർ ചേർക്കാൻ വേണ്ടി പേടിയായിരുന്നു ആദ്യം. പക്ഷെ സാറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ സാറ് അത് ധൈര്യമായിട്ട് ചെയ്തോളാൻ പറഞ്ഞു. ചിലത് ചെയ്യാതിരിക്കുമ്പോൾ സാറ് വിളിച്ച് പറയുകയും ചെയ്യും, വയ്ക്കുന്നത് അത് ചെയ്യുന്നു. ഭയങ്കര ഒരു രസമായിരുന്നു. എന്തായാലും പടം ഒരു വൻ വിജയമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ നിങ്ങളുടെ സപ്പോർട്ടും വേണം. താങ്ക് യു സോ മച്ച്. പറ, ഉച്ചയ്ക്ക് കഴിച്ചല്ലേ? പറയാം. ഞാൻ വളരെ ഹാപ്പിയാണ്. കുറേ നാള് അവസരം ചോദിച്ച് കിട്ടിയ സിനിമയാണ്. ഇതേപോലെ മുന്നേ അവസരം ചോദിച്ചൊരു സിനിമ കിട്ടി, പ്രിയൻ സാർ ലാൽ സാർ ഒപ്പം. കാത്തൊരു കോമഡി പടം പ്രിയൻ സാർ ലാൽ സാർ കോമ്പിനേഷൻ ചെയ്യാന്ന് വെച്ചപ്പോൾ ത്രില്ലറായി പോയി. അങ്ങനെ കാത്ത് ജിത്തു സാറിൻ്റെ പടക്കുന്ന ഒരു ത്രില്ലർ ചെയ്യാന്ന് വെച്ചപ്പോൾ അത് കോമഡി ആയി പോയി. പക്ഷേ ഐ ആം വെരി ഹാപ്പി. ഈ കോമഡിയിൽ എനിക്കൊരു സ്പേസ് കിട്ടിയതിലും അത് തീർച്ചയായിട്ടും അദ്ദേഹം വളരെ കാൽക്കുലേറ്റീവാണ്. പ്രേക്ഷകർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് കോഷ്യൻ്റ് മനസ്സിൽ കണ്ടുകൊണ്ടാണ് സിനിമകൾ ഒരുക്കുന്നത്. ഈ പ്രാവശ്യവും അങ്ങനെ തന്നെ ആവും എന്നുള്ള ഞങ്ങളുടെ പ്രതീക്ഷ നിലനിൽക്കട്ടെ. താങ്ക് യു.